നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുതലാണ് ഈ കിടക്കണത്. അപ്പൊ മറ്റൊന്നല്ല, വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീൻ ഉണ്ടാകുമ്പോൾ പണ്ടത്തെ മാതിരി കല്ലുമ്മ പോയാണ്ട് അടിച്ചിരുമ്പോൾ ഒന്നും മാറില്ല. അപ്പോൾ ഇതിലൊരു ചതി ഉണ്ട്. സംഭവം എന്താ വെച്ചാല് ഇതിന്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ അടിഞ്ഞു പോകും. അത് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാനൊന്ന് അത് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതൊന്ന് കാണിച്ചു തരാട്ടോ. അപ്പൊ നമുക്കത് അയച്ചെടുക്കാൻ ചെറിയൊരു ടെസ്റ്റർ മാത്രം മതി കേട്ടോ. ടെസ്റ്റർ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ മതി. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ചെറിയൊരു അടപ്പുണ്ടാവും. അത് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചാണ്ട് ഒന്ന് തോണ്ടിയെടുത്താൽ അത് കിട്ടും കേട്ടോ. അപ്പൊ അതിന്റെ ശേഷം അതിന്റെ അടിയിൽ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ അയച്ചെടുത്താൽ നമുക്കത് സാധാ പോലെ തന്നെ അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എത്രത്തോളം അയക്കുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഒന്നുമില്ല, കുറച്ച് സർഫൊക്കെ ഇട്ടാണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ ഇത് 2 മാസം മുമ്പ് കഴുകിയ വാഷിംഗ് മെഷീൻ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇത്ര അയക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഇരുമ്പിൻ്റെ വാസർ ഉണ്ടാവും. അത് മിസ്സാകാതെ സൂക്ഷിക്കണം കേട്ടോ. അതേപോലെ വാഷിംഗ് മെഷീൻ്റെ സൈഡിലും ഉണ്ടാവും കേട്ടോ ഒരു ചെറിയൊരു കല്ല് മാതിരി. അതും കഴിച്ചാണ് ക്ലീൻ ചെയ്യണേ. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചളിയാണേ. ഉള്ളിലൊക്കെ ചളി. അതേപോലെ ഇതും കൂടി ക്ലീൻ ചെയ്താൽ. അപ്പോൾ വീഡിയോ ഉപകാരത്തിൽ പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.